ഇതൊക്കെ ആരുണ്ടാക്കിയ നിയമമാണ്? എൻ്റെ ഭാര്യൻ്റെ പ്രസവം നോക്കുന്നത് അവളുടെ വീട്ടുകാരാണോ? അത് ഭർത്താവായി എൻ്റെ കടമയത്? അല്ലെങ്കിൽ അവളുടെ വീട്ടിൽ എന്തുണ്ടമ്മേ? ആ കൂടി ഒരാൾ കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് കഴിയേണ്ടത്. ചെറുപ്പം മുതലേ പൈസന്റെ വില എന്താണെന്ന് എനിക്ക് നല്ല പോലെ അറിയാമേ. അതുകൊണ്ട് ഒരാളെയും ഞാൻ പിഴിയില്ല. പിഴിയണ്ടടാ, ഭാര്യ വീട്ടുകാരിങ്ങനെ പോറ്റിക്കൊണ്ടിരുന്നോ? ഈ പെങ്ങന്മാർക്ക് കൊടുക്കുന്നതിനൊക്കെ 100 കണക്ക് വെച്ചിട്ടില്ലല്ലോ. നല്ല ആങ്ങള. ഭാര്യ വീട്ടുകാരെ ഞാൻ പോറ്റുന്നോ? ഓണത്തിനും വിഷുവിനും കുറച്ച് ഡ്രസ്സ് എടുത്തു കൊടുത്താനാണ് അമ്മ ഈ പറയുന്നത്. എൻ്റെ അമ്മ അവരുണ്ടാക്കിയ സ്വർണം വിറ്റിട്ടാണ് ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞത്. പെങ്ങളുടെ വാർപ്പിനും അവളുടെ പ്രസവത്തിനൊക്കെ ആ സ്വർണം എടുത്തത്. അതൊക്കെ അമ്മ മറന്നോ? പിന്നെ എന്തിനീ ഭാര്യമാര് സ്വർണം കൊണ്ടുവരുന്നത്? ഭർത്താവിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതെടുത്ത് വിൽക്കുകയോ പണയം വെക്കുകയോ ചെയ്യാന്നെ. ഭർത്താവിന്റെ വീട്ടുകാരനെ കടന്നു തീർക്കാൻ വേണ്ടിയിട്ടാണേ ഓരോ പെൺകുട്ടികളും കല്യാണം കഴിച്ചു കൊണ്ടുവരുമ്പോൾ സ്വർണം കൊണ്ടുവരുന്നത്. അല്ല, ഈ ഭാര്യ വീട്ടുകാർക്കും കടമുണ്ടാവില്ലേ? അത് തീർക്കാൻ ഭർത്താവായി എനിക്ക് പറ്റുമോ? അങ്ങനെ ചെയ്ത അമ്മ വെറുതെ ഇരിക്കുവോ? ഇനിയിപ്പോ അവള് കൊണ്ടുവന്ന സ്വർണത്തിന് ഒരു പാവം പോലും തിരിച്ച് അങ്ങോട്ട് കൊടുക്കാൻ സമ്മതിക്കുവോ? എന്റെ ഗതികേട് കൊണ്ട് എല്ലാം പണയം വെച്ചാണമ്മേ. അല്ല, അമ്മ പറഞ്ഞ പോലെ ഭർത്താവിന്റെ പ്രശ്നത്തിനല്ലല്ലോ, ഭർത്താവിന്റെ പെങ്ങളുടെ വീട് പഠിക്കും മറ്റേ കാര്യങ്ങൾക്കൊക്കെ അല്ലേ എന്റെ ഭാര്യന്റെ സ്വർണ്ണം എടുത്തത്. എന്തേ അവൾക്ക് സ്വർണ്ണമില്ലേ? അതൊക്കെ എടുത്ത് അത് ചെയ്താൽ പോരായിരുന്നോ? എന്താ എടാ, അച്ഛനും അമ്മയും പറയണത് അനുസരിക്കാൻ വേണ്ടത്. അതാ നല്ല മക്കള്. അതിനായിട്ട് ഇങ്ങനെ എല്ലാത്തിനും തർക്കുത്തരം പറഞ്ഞ് നടക്കുകയല്ല വേണ്ടത്. അച്ഛനും അമ്മയും പറയുന്നതൊക്കെ മക്കൾ കേൾക്കണമേ. പക്ഷെ അതേപോലെ മക്കളെ അച്ഛനമ്മമാരും മനസ്സിലാക്കണം. നിങ്ങൾ പറയുന്നത് കേട്ട് നടന്നിട്ടാണമേ ഞാൻ ഇത്രയും വലിയ കടക്കണിയിലായത്. അല്ല, എന്റെ ശമ്പളം എത്രയാണെന്ന് അമ്മയ്ക്ക് അറിയില്ലേ? അതുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമേ? അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണോ അമ്മ ഇത്രയും കാലം പറഞ്ഞത്? എല്ലാവരും അങ്ങനെ തന്നെയാടാ. പിന്നെ ഒരു കുടുംബത്തിലിരിക്കുമ്പോ അവനവന്റെ കാര്യം മാത്രമാണ് നോക്കി നടക്കേണ്ടത്. എല്ലാവരുടെയും കാര്യം കണ്ടറിഞ്ഞ് ചെയ്യണം. ഇത്ര കാലം ഞാൻ അങ്ങനെ തന്നെയല്ലേ അമ്മ ചെയ്തത്? അതുകൊണ്ട് ഇപ്പൊ എന്തായി? എന്റെ ജീവിതത്തിൽ സന്തോഷവും ഇല്ല, മുഴുവൻ കടവും. അല്ല, ഈ പെങ്ങന്മാർക്കും എന്റെ കാര്യമൊക്കെ ഇടയ്ക്കൊക്കെ നോക്കാലോ. എപ്പോഴെങ്കിലും അമ്മ അത് പറഞ്ഞിട്ടുണ്ടോ? 1 രൂപ എനിക്ക് ആരെങ്കിലും ഇതുവരെ തന്നിട്ടുണ്ടമ്മേ? ഓ മതി മതി, ഇനി അതും ഇതും പറഞ്ഞിട്ടേ എന്റെ ഉള്ള മനസമാധാനം കളയണ്ട.